തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെയും പ്രധാന ശത്രു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമാണ്. ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു പ്രധാന വിഷയം, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ അറസ്റ്റ് വാറണ്ട് ഗസയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടാണ്. ഇതനുസരിച്ച് ഈ അറസ്റ്റ് വാറണ്ട് അനുസരിച്ച്, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഈ അറസ്റ്റ് വാറണ്ട് അനുസരിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന് അധികം രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയില്ല. 120 രാജ്യങ്ങൾ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, ഈ കോടതി ഉത്തരവിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ, അതായത് ഏകദേശം 120 രാജ്യങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് എത്താൻ കഴിയില്ല. അദ്ദേഹം എത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യും. ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയായ ബ്രിട്ടൻ പോലും ഇതിൽ ഒരു നിലപാട് വ്യക്തമാക്കാത്തപ്പോഴാണ് അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. റോം സ്റ്റാറ്റ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഈ ഒരു രേഖയിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. ഇന്ത്യ അവരുടെ നിലപാട് ഒപ്പുവെക്കാത്തതിലൂടെ വെളിവാക്കുകയും ചെയ്തു. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന് സധൈര്യം കടന്നു ചെല്ലാൻ കഴിയുന്ന 2 രാജ്യങ്ങളിലൊന്ന് അമേരിക്കയും മറ്റൊന്ന് ഇന്ത്യയുമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്.